താനേറെ പ്രിയമോടെ മാനവർക്കേകിയ പാവനമാം ഈ കൂദാശയെ സാഷ്ടാംഗം പ്രണമിച്ചു നമിപ്പൂ ഞങ്ങൾ. ആരാധനയേകി നമിപ്പൂ ഞങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യനായ ദൈവമേ, സ്വർഗീയമന്വയായ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ആരാധനയോടെ നിൽക്കുന്നു. അങ്ങയുടെ സജീവമായ സാന്നിധ്യം ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ. ഈ ആരാധനകൾ സംബന്ധിക്കുന്ന എല്ലാവരിലേക്കും അങ്ങയുടെ സമൃദ്ധമായ അനുഗ്രഹം പകർന്നു നൽകണമേ. ഈശോയെ, ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരിക്കുന്ന എല്ലാ മക്കളിലേക്കും നിൻ്റെ സജീവമായ സാന്നിധ്യം, നിൻ്റെ സജീവമായ സ്നേഹം, നിൻ്റെ സജീവമായ കാരുണ്യം സമൃദ്ധമായി പകർന്നു നൽകണമേ. കർത്താവെ, അങ്ങേ അറിയാതെയും അറിഞ്ഞും ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഒരു പുതിയ മനുഷ്യരാക്കി മാറ്റണമേ. കഴുകുന്ന കാരുണ്യമേ, പാവന സ്നേഹമായി വരേണമേ. തെറ്റുകൾ നീക്കി എന്നെ നയിച്ചിടാൻ നിൻ തിരു കൈകൾ നീട്ടേണമേ. കർത്താവേ, നിൻ്റെ കാരുണ്യത്തിൻ്റെ വലം കൈ ഞങ്ങളുടെ മേൽ നീട്ടി ഞങ്ങളുടെ സകല അവസ്ഥകളെയും സകല വേദനകളെയും നീ മാറ്റിത്തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ കാരുണ്യം ഞങ്ങളിൽ സമൃദ്ധമായി ചൊരിയട്ടെ. നിൻ്റെ അനന്തമായ കാരുണ്യം ഞങ്ങളിൽ സമൃദ്ധമായി ചൊരിയട്ടെ. ഈശോയെ, നിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുന്ന കാരുണ്യം, ഞങ്ങളെ വഴി നടത്തുന്ന അവിടുത്തെ കരുതലിൻ്റെ കാരുണ്യം ഞങ്ങൾ ഈ നിമിഷം അനുഭവിച്ച് അറിയട്ടെ. ദൈവാനുഗ്രഹമൊഴുകുന്ന ഉറവിടമേ, സകലരും നിൻ കൃപയാൽ നിറയട്ടെ. നിത്യവും നിന്റെ നിഴലിലായി വാഴാൻ ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ. പ്രിയ സഹോദരങ്ങളെ, സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വചനങ്ങൾ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ. കർത്താവ് നിൻ്റെ മേൽ പ്രകാശം ചൊരിയുകയും നിന്നോട് കൃപ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ മുഖം നിൻ്റെ മേൽ തിരിക്കുകയും നിനക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ. വചനമൊരിക്കൽ കൂടി നമുക്ക് ആവർത്തിച്ച് പറയാം. സംഖ്യ 6:24-26. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ. കർത്താവ് നിൻ്റെ മേൽ പ്രകാശം ചൊരിയുകയും നിന്നോട് കൃപ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ മുഖം നിൻ്റെ നേരെ തിരിക്കുകയും നിനക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ. ഇത് കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ സമയമാണ്. ഇത് കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ കൃപയുടെ സമയമാണ്. നമ്മളെ അനുഗ്രഹിക്കുന്ന, കാത്തുരക്ഷിക്കുന്ന, നമ്മുടെ മേൽ പ്രകാശം ചൊരിയുന്ന, കൃപ കാണിക്കുന്ന, നമ്മുടെ മേലെപ്പോഴും മുഖം തിരിച്ചിരിക്കുന്ന, നമുക്ക് സമാധാനം നൽകുന്ന രക്ഷയുടെ സമയമാണ്. ഈശോയേ, ഈശോയേ, നീ
ദൈവാനുഗ്രഹം എന്നത് കേവലം ഒരു ഭൗതികമായ നേട്ടമല്ല, മറിച്ച് ദൈവവുമായുള്ള നമ്മുടെ ഒരു ആത്മീയ സൗഹൃദമാണ്. അവിടുത്തെ സ്നേഹത്തിൽ വസിക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുന്നു. പലപ്പോഴും നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം അത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മെ സ്നേഹിക്കുന്നവരെ അവർക്കു വേണ്ടി സകലതും ചെയ്തു കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാകും. അതുകൊണ്ടാണ് സ്നേഹത്തിൽ വസിക്കുമ്പോൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് പറയുന്നത് കാണുന്നതാണ്. അതുപോലെ തന്നെയാണ് ആ സ്നേഹത്തിൽ നിന്നും വഴുതി മാറിപ്പോകുമ്പോൾ അവിടെ അനുഗ്രഹത്തിൻ്റെ കുറവുണ്ടാവും. അത് ശാപമായിട്ടല്ല വരുന്നത്, മറിച്ച് അനുഗ്രഹത്തിൻ്റെ കുറവായി മാറുകയാണ്. നമ്മൾ അപ്പനമ്മയുമൊക്കെ സ്നേഹത്തിലിങ്ങനെ അവരോട് നല്ലപോലെ സ്നേഹത്തിലായിരിക്കുമ്പോൾ അപ്പോൾ അവരുടെ നിന്ന് കിട്ടുന്ന അനുഗ്രഹത്തിന് വലിയ വലിയ ശക്തിയുണ്ട്. അതുപോലെ തന്നെയാണ് അവരുടെ മനസ്സ് വേദനിച്ചിരിക്കുമ്പോൾ അവർക്കൊരിക്കലും നമ്മെ ശപിക്കുവാനായിട്ട് സാധിക്കില്ല. പക്ഷെ അവർ നമ്മോടൊരു വാക്ക് പറയും, നീ ശ്രദ്ധിക്കണം. നീയും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അതൊരു സ്നേഹത്തിൻ്റെ കുറവുണ്ടാകുമ്പോൾ നമുക്ക് തരുന്നൊരു താക്കീതാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് കാത്തിരിക്കാം. ദൈവമേ, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ദൈവമേ, നിന്നെ വണങ്ങുന്നു. നിഖിലവും ഭരിക്കുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. പണ്ടത്തെ ഇസ്രായേൽ ജനത്തിൻ്റെ കുറവുകൾക്ക് മേലെ തമ്പുരാൻ വീണ്ടും വീണ്ടും ക്ഷമ കാണിക്കുകയും വീണ്ടും അവർ തമ്പുരാനിൽ നിന്ന് മാറിപ്പോകുമ്പോൾ വീണ്ടും അദ്ദേഹം ദൈവം ആ അനുഗ്രഹത്തിൻ്റെ വലങ്കൈ അവരിൽ പിൻവലിക്കുകയും ചെയ്യും നമ്മൾ കാണുന്നുണ്ട്. അനുഗ്രഹത്തിൻ്റെ വലങ്കൈ നമ്മളിൽ നിന്നും പിന്മാറ്റപ്പെടുവാനായിട്ട് പാടില്ല. നമ്മുടെ സഭയെയും കുടുംബങ്ങളെയും അങ്ങയുടെ തിരുത്താൽ മുദ്രയിട്ട് സംരക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളും വേദനിക്കുന്നതുമായ എല്ലാവർക്കും അങ്ങയുടെ സ്വാന്തനമേകുന്ന സ്പർശനത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വഴിതെറ്റിപ്പോയ സഹോദരങ്ങൾ അങ്ങയുടെ സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക് മടങ്ങി വരാൻ വേണ്ടി നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹം ഒഴുകുന്ന ഉറവിടമാണ്. സകലിലും ദൈവത്തിൻ്റെ കൃപ നിറയുന്ന നിമിഷമാണ്. നിത്യവും നിൻ്റെ നിഴലായി വാഴുവാൻ ഭാഗ്യം ലഭിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. തമ്പുരാൻ രൂപേ നമുക്ക് പ്രാർത്ഥനാപൂർവമായിരിക്കാം. ഇത് തമ്പുരാൻ നൽകിയ സമയമാണ്. ഇത് തമ്പുരാൻ നൽകുന്ന സമയമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് തമ്പുരാൻ നൽകുന്ന സമയം. തമ്പുരാൻ്റെ വലിയ കൃപ സ്വീകരിക്കുന്ന സമയം. ഒരു നിമിഷം നമുക്ക് നിശബ്ദതയോടെ ആയിരിക്കാം. തമ്പുരാൻ്റെ കൃപയാൽ നിറയാൻ നമുക്ക്. സ്നേഹത്തിനുറവിടം നീയല്ലോ. കാരുണ്യക്കടലായ തമ്പുരാനേ, അങ്ങേക്കു നന്ദി ചൊല്ലുന്നിതാ ഞങ്ങൾ.
Hallelujah.